ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അടുത്ത പവർ പ്ലാന്റിനെ പറ്റിയിട്ടാണ്. നമ്മൾ ഏറ്റവും കൂടുതൽ കണ്ടും കേട്ടും പരിചയമുള്ള, നമ്മുടെ കേരളത്തിൽ ഏറ്റവും കൂടുതൽ ജനറേഷനുള്ള ഹൈഡ്രോ ഇലക്ട്രിക് പവർ പ്ലാന്റ്. ഹൈഡ്രോ ഇലക്ട്രിക് പവർ പ്ലാന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാട്ടറിൻ്റെ പൊട്ടൻഷ്യൽ എനർജി, ഒരു ഹൈ ലെവലിലുള്ള പൊട്ടൻഷ്യൽ എനർജി ഇലക്ട്രിക്കൽ എനർജിയാക്കി കൺവേർട്ട് ചെയ്യാവുന്ന ജനറേറ്റിംഗ് സ്റ്റേഷനെയാണ് നമ്മൾ ഹൈഡ്രോ ഇലക്ട്രിക് പവർ പ്ലാന്റ് എന്ന് പറയുക. വാട്ടറിൻ്റെ പൊട്ടൻഷ്യൽ എനർജിയെ ഇലക്ട്രിക്കൽ എനർജിയാക്കി കൺവേർട്ട് ചെയ്യുന്ന പവർ സ്റ്റേഷനുകളെ പറയുന്ന പേരാണ് ഹൈഡ്രോ ഇലക്ട്രിക് പവർ സ്റ്റേഷൻ. അപ്പോൾ ഒരു ഹൈഡ്രോ ഇലക്ട്രിക് പവർ സ്റ്റേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്ത് ഒരു ഹില്ലി ഏരിയയിൽ ഒരു ഡാം ഉണ്ടാവും. ആ ഡാമിൽ നിന്ന് ഈ വാട്ടറിൻ്റെ പൊട്ടൻഷ്യൽ എനർജി നമ്മൾ ത്രൂ ഒരു പെൻസ്റ്റോക്ക് എന്ന് പറയുന്ന അല്ലെങ്കിൽ ഒരു കോൺഡ്യൂട്ട് വഴി നമ്മൾ ഇങ്ങോട്ട് കൊടുക്കും, ടർബൈനിലേക്ക് കൊടുക്കും. ഈ ടർബൈൻ അല്ലെങ്കിൽ ഈ പ്രൈം മൂവർ റൊട്ടേറ്റ് ചെയ്തിട്ട് അവിടെ ഒരു മെക്കാനിക്കൽ എനർജി ജനറേറ്റ് ചെയ്യും. ആ മെക്കാനിക്കൽ എനർജിയെ ആൾട്ടർനേറ്റർ ഇലക്ട്രിക്കൽ എനർജിയാക്കി മാറ്റും. ഇതാണ് ഒരു ഹൈഡ്രോ ഇലക്ട്രിക് പവർ പ്ലാന്റിൻ്റെ വർക്കിംഗ് എന്ന് പറയുന്നത്, സിംപ്ലി പറയുന്നത്. അപ്പോൾ മേലെ ഒരു ഡാം ഉണ്ടാവും. ആ ഡാമിൽ നിന്ന് വരുന്ന വെള്ളത്തിൽ നമ്മളൊരു പെൻസ്റ്റോക്ക് വഴി നമ്മൾ ടർബൈനിൽ കൊടുക്കുന്നു. ടർബൈനിൽ നിന്ന് ആൾട്ടർനേറ്റർ കണക്റ്റഡ് ആയിരിക്കും, പ്രൈം മൂവറിൽ നിന്ന് ആൾട്ടർനേറ്റർ കണക്റ്റഡ് ആയിരിക്കും. ആൾട്ടർനേറ്റർ അതിനെ ഇലക്ട്രിക്കൽ എനർജി ആക്കിയിട്ട് നമ്മളതിനെ ട്രാൻസ്മിറ്റ് ചെയ്തെടുക്കും. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽഡ് എക്സ്പ്ലനേഷൻസും കാര്യങ്ങളൊന്നും നമുക്ക് ആവശ്യമില്ല. ഇനി നമുക്ക് ഇതിൻ്റെ അഡ്വാൻറ്റേജസും ഡിസഡ്വാൻറ്റേജസും എന്താണെന്ന് നമുക്ക് നോക്കാം. അഡ്വാൻറ്റേജസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒന്നാമത്തെ അഡ്വാൻറ്റേജ് ഇതിന് നമുക്ക് ഫ്യൂവലൊന്നും ആവശ്യമില്ല എന്നുള്ളതാണ്. നമുക്ക് ഡീസലോ അല്ലെങ്കിൽ കോളോ അങ്ങനെയുള്ള ഫ്യൂവൽസിൻ്റെ ആവശ്യമൊന്നുമില്ല. കാരണം നമുക്ക് നാച്ചുറലി കിട്ടുന്ന ഒരു സാധനമാണ് വാട്ടർ എന്ന് പറയുന്നത്. അതുകൊണ്ട് നാച്ചുറൽ സോഴ്സ് ആയതുകൊണ്ട് തന്നെ നമുക്ക് ഇതിനകത്തൊരു ഫ്യൂവലിൻ്റെ ആവശ്യം നമുക്കില്ല. രണ്ടാമത്തത്, ഇത് വളരെ നീറ്റാണ്, ക്ലീനാണ് എന്നുള്ളതാണ് അടുത്ത അഡ്വാൻറ്റേജ്. വളരെ നീറ്റാണ്, വളരെ ക്ലീനാണ്. കാരണം ഇതിനകത്ത് നമുക്ക് സ്മോക്കില്ല, ആഷസ് ഇല്ല, അതുപോലുള്ള ബൈ പ്രൊഡക്ട്സും കാര്യങ്ങളൊന്നുമില്ല, വേസ്റ്റുകളില്ല. സോ നീറ്റായിട്ടും ക്ലീനായിട്ടും ഓപ്പറേറ്റ് ചെയ്യുന്ന ഒരു പവർ പ്ലാന്റാണ് ഹൈഡ്രോ ഇലക്ട്രിക് പവർ പ്ലാന്റ് എന്ന് പറയുന്നത്. മൂന്നാമത്തത്, വാട്ടറാണ് നമ്മൾ യൂസ് ചെയ്യുന്നതുകൊണ്ട് തന്നെ ഇതിൻ്റെ റണ്ണിങ് കോസ്റ്റ് വളരെ കുറവാണ്. സ്മോൾ റണ്ണിങ് കോസ്റ്റ് അല്ലെങ്കിൽ വെരി ലോ റണ്ണിങ് കോസ്റ്റ് ആണ് ഒരു ഹൈഡ്രോ ഇലക്ട്രിക് പവർ പ്ലാന്റിനെ സംബന്ധിച്ച് ഉള്ളത്. നാലാമത്തെ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ കൺസ്ട്രക്ഷൻ വളരെ സിമ്പിളാണ്. അതേപോലെ തന്നെ ഇതിൻ്റെ മെയിൻ്റനൻസ് വളരെ കുറവാണ്. കൺസ്ട്രക്ഷനും സിമ്പിളാണ്, മെയിൻ്റനൻസും വളരെ കുറവുള്ളതാണ് അടുത്ത അഡ്വാൻറ്റേജ്. അഞ്ചാമത്തെ അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് ഇതിനെ ഈസി ആയിട്ട് ഒരു പീക്ക് ലോഡ് പവർ പ്ലാന്റ് ആയിട്ട് നമുക്ക് ഇതിനെ കൺട്രോളിങ് ഈസിയാണ്. അതുകൊണ്ട് തന്നെ നമുക്കൊരു പീക്ക് ലോഡ് പവർ പ്ലാന്റ് ആയിട്ട് നമുക്ക് ആരെ യൂസ് ചെയ്യാൻ പറ്റും? ഒരു ഹൈഡ്രോ ഇലക്ട്രിക് പവർ പ്ലാന്റിനെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഇനി ഈ ഒരു പവർ സ്റ്റേഷന് ഇലക്ട്രിസിറ്റി ജനറേറ്റ് ചെയ്യുക എന്ന് മാത്രമുള്ള ഒരു ഫംഗ്ഷൻ മാത്രമല്ല ഉള്ളത്. ഇതിനെ നമുക്കൊരു ഇറിഗേഷൻ പർപ്പസിനും അതേപോലെ തന്നെ ഫ്ലഡ് കൺട്രോളിങ് പർപ്പസിനൊക്കെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു പവർ സ്റ്റേഷനാണ് ഇത് ഹൈഡ്രോ ഇലക്ട്രിക് പവർ സ്റ്റേഷൻ. അപ്പോൾ ഇത്രയും അഡ്വാൻറ്റേജ് ആണ് ഒരു ഹൈഡ്രോ ഇലക്ട്രിക് പവർ സ്റ്റേഷനുള്ളത്. അതായത് ഫ്യൂവൽ ആവശ്യമില്ല, നീറ്റ് ആൻഡ് ക്ലീൻ ആണ്, റണ്ണിങ് കോസ്റ്റ് കുറവാണ്, സിമ്പിൾ കൺസ്ട്രക്ഷൻ ആണ്, മെയിൻ്റനൻസ് കുറവാണ്, പീക്ക് ലോഡ് സ്റ്റേഷനായിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും, ഇറിഗേഷൻ അല്ലെങ്കിൽ ഫ്ലഡ് റിലീഫ് ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഒരു ഹൈഡ്രോ ഇലക്ട്രിക് പവർ സ്റ്റേഷൻ യൂസ് ചെയ്യാൻ പറ്റും. ഇതിൽ നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഇതാണ്, പീക്ക് ലോഡ് പവർ സ്റ്റേഷനായിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. ഇനി ഈ അഡ്വാൻറ്റേജ് ഒക്കെ ഉണ്ടെങ്കിലും ഇതിന് 1-2-3 ഡിസഡ്വാൻറ്റേജുകളുണ്ട്. ഒന്നാമത്തെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ക്യാപിറ്റൽ കോസ്റ്റ് വളരെ കൂടുതലാണ്. കാരണം നമുക്ക് ഒരു വലിയ ഡാം, വാട്ടറിന് അല്ലെങ്കിൽ വെള്ളത്തിന് നല്ല എനർജി ഉള്ള ആളാണ് വെള്ളം എന്ന് പറയുന്നത്. അപ്പോൾ ആ എനർജിയെ നമുക്ക് സ്റ്റോർ ചെയ്ത് വെക്കണമെന്നുണ്ടെങ്കിൽ ഡാമിൻ്റെ കൺസ്ട്രക്ഷൻ വളരെ കോംപ്ലക്സ് ആയിരിക്കണം, അല്ലെങ്കിൽ ഡാം എന്ന് പറയുന്നത് വളരെ സ്ട്രോങ് ആയിരിക്കണം. ആ സ്ട്രോങ് ആയിട്ടുള്ള ഡാം കൺസ്ട്രക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഹൈ ഇനീഷ്യൽ കോസ്റ്റ് ആണ്, അല്ലെങ്കിൽ ഹൈ ക്യാപിറ്റൽ കോസ്റ്റ് ആണ് ഒരു ഹൈഡ്രോ ഇലക്ട്രിക് പവർ പ്ലാന്റിന് വരുന്നത്. റെഡി. ഇനി അടുത്ത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവൈലബിലിറ്റി ഓഫ് വാട്ടറാണ്. കാരണം ഈ വാട്ടർ എന്ന് പറയുന്നത് നമുക്ക് സീസണലാണ്. നമുക്ക് മഴക്കാലത്താണ് ഏറ്റവും കൂടുതൽ വെള്ളം കിട്ടുന്നത്. വേനൽക്കാലം ആവുന്ന സമയത്ത് നമുക്ക് വെള്ളത്തിൻ്റെ അളവ് കുറയും. അതുകൊണ്ട് വെതർ കണ്ടീഷൻ അനുസരിച്ച് നമുക്ക് ഇതിൻ്റെ അവൈലബിലിറ്റി കുറയുന്നത് ഒരു വലിയ പ്രശ്നമാണ്. മൂന്നാമത്തതാണ്, ഇതിൻ്റെ ട്രാൻസ്മിഷൻ കോസ്റ്റ് വളരെ കൂടുതലാണ്. നമുക്ക് മറ്റ് പവർ പ്ലാന്റുകളെ പോലെ എല്ലായിടത്തും നമുക്കൊരു ഹൈഡ്രോ ഇലക്ട്രിക് പവർ പ്ലാന്റിനെ നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റില്ല. കാരണം ഹൈഡ്രോ ഇലക്ട്രിക് പവർ പ്ലാന്റിൻ്റെ പ്രധാനപ്പെട്ട ഭാഗമാണ് ഡാം എന്ന് പറയുന്നത്. അപ്പോൾ ഡാം നമ്മൾ നോർമലി കൺസ്ട്രക്ട് ചെയ്യുന്നത് ഒരു വലിയ മലയുടെ മുകളിലൊക്കെ ആയിരിക്കും. ഹില്ലി ഏരിയസിൽ എന്നാണ് നമ്മൾ പറയുന്നത്, ഒരു മലയുടെ മുകളിലാണ്. അപ്പോൾ പെൻസ്റ്റോക്കും നമ്മുടെ ആ മലയുടെ താഴത്തായിരിക്കും നമ്മളുടെ പവർ ഹൗസും എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഏരിയകളെല്ലാം
പോപ്പുലേറ്റഡ് ആയിട്ടുള്ള ഏരിയയിലല്ല നോർമലി ഹൈഡ്രോ ഇലക്ട്രിക് പവർ പ്ലാന്റുകൾ ഉള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഹൈഡ്രോ ഇലക്ട്രിക് പവർ പ്ലാന്റിൽ നിന്ന് ജനറേറ്റ് ചെയ്യുന്ന ഇലക്ട്രിസിറ്റി പോപ്പുലേറ്റഡ് ആയിട്ടുള്ള ഏരിയയിലേക്ക് കൊണ്ടുപോകാനുള്ള ട്രാൻസ്മിഷൻ കോസ്റ്റും കുറച്ച് കൂടുതലാണ്. ഈ 3 ഡിസഡ്വാൻറ്റേജ് ആണ് ഒരു ഹൈഡ്രോ ഇലക്ട്രിക് പവർ പ്ലാന്റിനെ സംബന്ധിച്ചിടത്തോളം ഉള്ളത്. അപ്പോൾ നമ്മളതിൻ്റെ അഡ്വാൻറ്റേജുകൾ പറഞ്ഞു, ഡിസഡ്വാൻറ്റേജുകളും പറഞ്ഞു. ഇനി നമ്മളെല്ലാ പവർ പ്ലാന്റ് പറഞ്ഞ സമയത്തും പറഞ്ഞൊരു കാര്യമാണ് ഇതിൻ്റെ സൈറ്റ് സെലക്ഷൻ. സൈറ്റ് സെലക്ട് ചെയ്യുന്ന സമയത്ത് എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടതെന്നുള്ളത്. അപ്പോൾ ഇവിടെയും നമുക്ക് ആ സൈറ്റ് സെലക്ഷൻ്റെ കാര്യങ്ങൾ നോക്കാം. ഒന്നാമത്തെ സൈറ്റ് സെലക്ഷൻ കണ്ടീഷൻ എന്ന് പറയുന്നത് അവൈലബിലിറ്റി ഓഫ് വാട്ടർ ആണ്. കാരണം നമ്മളിവിടെ വെള്ളം ഉപയോഗിച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, പവർ ജനറേറ്റ് ചെയ്യുന്നത്. മറ്റ് 2 പവർ പ്ലാന്റുകളും തെർമൽ പവർ പ്ലാന്റ് ആയാലും ശരി ന്യൂക്ലിയർ പവർ പ്ലാന്റ് ആയാലും ശരി നമ്മൾ പറഞ്ഞ സമയത്ത് അവിടെ നമുക്ക് വാട്ടറിൻ്റെ ആവശ്യമുണ്ട്. പക്ഷെ അവിടെ നമ്മൾ വാട്ടറായിട്ട് യൂസ് ചെയ്യുന്നത് നമുക്ക് സ്റ്റീം ജനറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വാട്ടർ യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷേ ഇവിടെ നമ്മൾ വെള്ളം യൂസ് ചെയ്യുന്നത് നമ്മുടെ മെയിൻ ഫ്യൂവൽ അല്ലെങ്കിൽ മെയിൻ ജനറേറ്റ് ചെയ്യാനുള്ള ആളെന്ന് പറയുന്നത് വെള്ളമാണ്. അപ്പോൾ വെള്ളം കിട്ടുന്ന സ്ഥലമായിരിക്കണം അല്ലെങ്കിൽ വെള്ളം കിട്ടുന്നിടത്ത് മാത്രമേ നമുക്ക് ഹൈഡ്രോ ഇലക്ട്രിക് പവർ പ്ലാന്റ് വെക്കാൻ പറ്റുള്ളൂ. രണ്ടാമത്തെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനെ നമുക്ക് സ്റ്റോർ ചെയ്യാൻ പറ്റുന്നൊരു സ്ഥലവും വേണം. നമുക്ക് വെള്ളം കിട്ടിയിട്ട് അത് വെള്ളം വന്നു കഴിഞ്ഞാൽ മഴക്കാലത്ത് വന്നാൽ അങ്ങ് പോകാൻ പാടില്ല. നമുക്കത് അടുത്ത ഓഫ് സീസൺ ആവുന്ന സമയത്തൊക്കെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ അതിനെ നമുക്ക് സ്റ്റോർ ചെയ്യാൻ പറ്റണം. ആ സ്റ്റോറേജ് ആണ് രണ്ടാമത്തെ കണ്ടീഷൻ. സ്റ്റോറേജ് ഉള്ള സ്ഥലത്തായിരിക്കണം അല്ലെങ്കിൽ സ്റ്റോറേജ് പ്രൊവൈഡ് ചെയ്യാൻ പറ്റുന്ന സ്ഥലത്തായിരിക്കണം ഹൈഡ്രോ ഇലക്ട്രിക് പവർ പ്ലാന്റിന്റെ സൈറ്റ് ഉണ്ടായിരിക്കും. മൂന്നാമത്തത് എല്ലാം നമ്മൾ പറയുന്ന പോലെ തന്നെ കോസ്റ്റ് ആൻഡ് സെലക്ഷൻ ഓഫ് ലാൻഡ്. നമുക്ക് ഫ്യൂച്ചറിൽ ഈ ഒരു പ്ലാന്റിന്റെ ഫെസിലിറ്റി കൂട്ടാനോ അല്ലെങ്കിൽ പ്ലാന്റിന്റെ കപ്പാസിറ്റി കൂട്ടാനോ മറ്റു കാര്യങ്ങൾക്കൊക്കെ അത് കോസ്റ്റ് ആൻഡ് സെലക്ഷൻ ഇമ്പോർട്ടൻ്റ് ആണ്. അതേപോലെ ട്രാൻസ്മിഷൻ ഫെസിലിറ്റി, ഇതിൻ്റെ കാര്യങ്ങളെല്ലാം ഈ മെഷീൻസും കാര്യങ്ങളെല്ലാം കൊണ്ടുപോകാൻ വേണ്ടിയിട്ടുള്ള ട്രാൻസ്പോർട്ടേഷൻ ഫെസിലിറ്റി അവിടെ ഉണ്ടായിരിക്കുകയും വേണം. മെയിനായിട്ട് ഈ 2 കാര്യങ്ങളാണ് ഹൈഡ്രോ ഇലക്ട്രിക് പവർ സ്റ്റേഷനെ സംബന്ധിച്ചിടത്തോളം ഇമ്പോർട്ടൻറ്റ് സൈറ്റ് സെലക്ഷൻ ഉള്ളത്. ബാക്കിയുള്ളതെല്ലാം നോർമലി എല്ലാ സ്റ്റേഷനിലും വരുന്ന കാര്യമാണ്. ക്ലിയർ? അപ്പോൾ ഇതാണ് നമുക്ക് ഹൈഡ്രോ ഇലക്ട്രിക് പവർ പ്ലാന്റിനെ പറ്റിയുള്ള ഒരു ബേസിക് ഇൻട്രൊഡക്ഷൻ. ഇനി നമുക്ക് ഹൈഡ്രോ ഇലക്ട്രിക് പവർ പ്ലാന്റിലെ പ്രധാനപ്പെട്ട പാർട്സ് ഏതൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ നമ്മൾ ഹൈഡ്രോ ഇലക്ട്രിക് പവർ പ്ലാന്റിലുള്ള ആളുകൾ അല്ലെങ്കിൽ അതിൻ്റെ കമ്പോണൻസ് എന്ന് പറയുന്നതിനെ 3 കാറ്റഗറി ആയിട്ട് നമുക്ക് ഡിവൈഡ് ചെയ്യാൻ പറ്റും. ഒന്നാമത്തെ കാറ്റഗറി എന്ന് പറയുന്നത് ഹൈഡ്രോളിക് സ്ട്രക്ചേഴ്സ് ആണ്. ഇതാണ് ഒരു ഹൈഡ്രോ ഇലക്ട്രിക് പവർ പ്ലാന്റിനെ സംബന്ധിച്ചിടത്തോളം പ്രധാനപ്പെട്ട പാർട്ട് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് മാത്രമാണ് നമ്മൾ ഈ വീഡിയോയിൽ എക്സ്പ്ലെയിൻ കൂടുതൽ ചെയ്യുന്നത്. അതേപോലെ രണ്ടാമത്തത് വാട്ടർ ടർബൈനാണ്. ഈ 2 കാര്യങ്ങൾ വാട്ടർ ടർബൈനും ഹൈഡ്രോളിക് സ്ട്രക്ചറും ആണ് നമുക്ക് പ്രധാനപ്പെട്ട കാര്യങ്ങൾ. ബാക്കി വരുന്നത് ഇലക്ട്രിക്കൽ എക്യുപ്മെന്റ്സ് ആണ്. ഇലക്ട്രിക്കൽ എക്യുപ്മെന്റ്സ് എന്ന് പറയുന്നത് ആൾട്ടർനേറ്ററും കാര്യങ്ങളും അത് എല്ലാവർക്കും കോമൺ ആണ്. ഇത് ആൾട്ടർനേറ്ററും കാര്യങ്ങളും എല്ലാവർക്കും കോമൺ ആണ്. അതുകൊണ്ട് തന്നെ ആൾട്ടർനേറ്റർ, ട്രാൻസ്ഫോമർ, സ്വിച്ച് ഗിയർ, പ്രൊട്ടക്ഷൻ ഒക്കെ കോമൺ ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഇവിടെ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നത് ഹൈഡ്രോളിക് സ്ട്രക്ചറും അതേപോലെ തന്നെ വാട്ടർ ടർബൈനുമാണ്. അപ്പോൾ നമുക്ക് ആദ്യം ഹൈഡ്രോളിക് സ്ട്രക്ചേഴ്സിൽ വരുന്ന ആളുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ഹൈഡ്രോളിക് സ്ട്രക്ചറിൽ ആദ്യം വരുന്ന ആളാണ് ഡാം. ഡാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു വലിയൊരു ബാരിയറാണ്, ഒരു മതിലാണത്. ഒരു ബാരിയറാണ്. എന്തിനു വേണ്ടിയിട്ട്? വാട്ടർ സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട്, വെള്ളം സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ബാരിയറാണ് ഒരു ഹൈഡ്രോളിക് സ്ട്രക്ചറിലെ ഡാം എന്ന് പറയുന്നത്. ഡാം നോർമലി ഒന്നെങ്കിൽ നമ്മളൊരു കോൺക്രീറ്റ് കൊണ്ടാണ് ഉണ്ടാക്കുക, അല്ലെങ്കിൽ സ്റ്റോൺ കൊണ്ടുണ്ടാക്കും, അല്ലെങ്കിൽ റോക്ക്, ഇങ്ങനെയുള്ള ആളുകളെ വെച്ചിട്ടാണ് നമ്മൾ ഡാം ഉണ്ടാക്കുക. കാരണം നമ്മൾ ഡാം എന്ന് പറയുന്നത് വളരെ സ്ട്രോങ് ആയിരിക്കണം. നമ്മളുടെ വാട്ടറിൻ്റെ പ്രഷറിനെ, പൊട്ടൻഷ്യലിനെ, ആ എനർജിയെ വിത്ത്സ്റ്റാൻഡ് ചെയ്യാൻ പറ്റുന്ന ആളായിരിക്കണം ഡാം എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ വളരെ സ്ട്രോങ് ആയിട്ടുള്ള കോൺക്രീറ്റ് കൊണ്ടോ അല്ലെങ്കിൽ കല്ല് കൊണ്ടോ പാറ കൊണ്ടോ ഒക്കെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, നോർമലി ഡാം ഉണ്ടാക്കുന്നത്. ഇതാണ് ഒന്നാമത്തെ സ്ട്രക്ചർ എന്ന് പറയുന്നത്. ഡാം നമ്മൾ നോർമലി ഉണ്ടാക്കുന്നത് ഹില്ലി ഏരിയാസിലാണ്. കാരണം നമുക്ക് എത്രത്തോളം ഹൈറ്റ് കൂടുന്നോ അത്രയും പ്രഷർ നമുക്ക് വാട്ടറിന് കിട്ടും, അത്രയും പൊട്ടൻഷ്യൽ എനർജി വാട്ടറിന് അക്യൂർ ചെയ്യാൻ പറ്റും. രണ്ടാമത്തെ പാർട്ട് എന്ന് പറയുന്നത് സ്പിൽവേസ് ആണ്. സ്പിൽവേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വെള്ളത്തിൻ്റെ അളവ് നമുക്ക് ഒരുപക്ഷെ ഡാമിൽ മഴക്കാലത്ത് വരുന്ന സമയത്ത് എക്സ്ട്രാ വെള്ളം ആ മഴക്കാലത്ത് അതിനകത്ത് വരും. ഇപ്പോൾ മഴ വരുന്ന സമയത്ത് ഒരു ഡാമിൻ്റെ കൺസ്ട്രക്ഷൻ്റെ കപ്പാസിറ്റി അനുസരിച്ച് അതിന് ഇത്ര ഫീറ്റ് അല്ലെങ്കിൽ ഇത്ര ഹൈറ്റിലുള്ള ഇത്ര ഫീറ്റാണ് നമ്മൾ നോർമലി പറയുക, ഇത്ര ഹൈറ്റിൽ അതിനകത്ത് വെള്ളം സ്റ്റോർ ചെയ്യാൻ പറ്റുള്ളൂ. അതിൽ കൂടുതൽ ഹൈറ്റ് പോയി കഴിഞ്ഞാൽ അത് എക്സസ് ആണ്. അപ്പോൾ അത് ഡാമിന് എന്ത് ചെയ്യണം, ഒരു ഡേഞ്ചർ ആയിട്ടുള്ളൊരു സിറ്റുവേഷനാണ്. അപ്പോൾ ആ സിറ്റുവേഷനെ അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട് സർപ്ലസ് ആയിട്ട് വരുന്ന വെള്ളത്തെ റിസർവോയറിൽ നിന്ന് പുറത്തേക്ക് കളയാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ആളിനെ പറയുന്ന പേരാണ് സ്പിൽവേസ്. സ്പിൽവേസ് ചെയ്യുന്നത് സർപ്ലസ് ആയിട്ടുള്ള വാട്ടറിനെ പുറത്തേക്ക് കളയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, സ്പിൽവേസ് യൂസ് ചെയ്യുന്നത്. മൂന്നാമത്തതാണ് ഹെഡ് വർക്ക്. ഹെഡ് വർക്ക് എന്ന് പറയുന്നത് നമ്മൾ വെള്ളത്തിനെ ഈ ഡാമിൽ നിന്നും പുറത്തേക്ക് എടുക്കുന്ന അല്ലെങ്കിൽ പവർ ഹൗസിലേക്ക് കൊണ്ടുപോകുന്ന
പാത്തിനെ അല്ലെങ്കിൽ കോൺഡ്യൂട്ടിനെ പറയുന്ന പേരാണ് പെൻ സ്റ്റോക്ക്, നമുക്ക് പറയാം. അപ്പോൾ ആ പെൻ സ്റ്റോക്കിലേക്ക് എടുക്കുന്ന പോർഷൻസിൽ അല്ലെങ്കിൽ എവിടെയാണോ നമ്മൾ ഡാമിൽ നിന്ന് പവർ ഹൗസിലേക്ക് എടുക്കുന്ന പോർഷന് അവിടെ നമ്മളെ സെഡിമെൻസും അതേപോലെ തന്നെ മറ്റു കാര്യങ്ങളൊക്കെ വരാതെ കൺട്രോൾ ചെയ്യുന്ന ആളിനെയാണ് ഹെഡ് വർക്ക് എന്ന് പറയുന്നത്. ഹെഡ് വർക്ക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വാട്ടറിനെ പുറത്തേക്ക് എടുക്കുന്ന സ്ഥലത്ത് അവിടെ നമുക്ക് വെള്ളം മാത്രമേ വരാൻ പാടുള്ളൂ, അവിടെ വേറെ സെഡിമെൻസോ അല്ലെങ്കിൽ മറ്റ് അൺവാണ്ടഡ് ആയിട്ടുള്ള പാർട്ടിക്കിൾസോ കാര്യങ്ങളോ ഒന്നും വരാൻ പാടില്ല. അപ്പോൾ അതിനെ ഡൈവേർട്ട് ചെയ്തുകൊണ്ട് അൺവാണ്ടഡ് ആയിട്ടുള്ള ആളുകളെ ഡൈവേർട്ട് ചെയ്തുകൊണ്ട് ആ സെഡിമെൻസിനെല്ലാം ഒഴിവാക്കിയിട്ട് നമുക്കൊരു വാട്ടർ ഫ്ലോ കൺട്രോൾ ചെയ്യുന്ന കൺസ്ട്രക്ഷൻ സ്ട്രക്ചറിനെ പറയുന്ന പേരാണ് ഹെഡ് വർക്ക്. ഇതാണ് ഹെഡ് വർക്ക്. നാലാമത്തതാണ് സർജ് ടാങ്ക്. സർജ് ടാങ്ക് എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞു വാട്ടറിന് നല്ല പ്രഷർ, പൊട്ടൻഷ്യൽ എനർജിയാണ്, അല്ലെങ്കിൽ നല്ല പ്രഷറാണ്. അപ്പോൾ വളരെ ഹൈറ്റ് കിടക്കുന്ന ഒരു വെള്ളത്തിന് നമ്മൾ കുത്തനെ താഴോട്ട് ഇറക്കുന്ന സമയത്ത് അവിടെ പ്രഷർ ഉണ്ടാവും, നല്ല പ്രഷറിലായിരിക്കും വരിക. അപ്പോൾ ആ വാട്ടർ ഫ്ലോൻ്റെ നമ്മളുടെ ലോഡ് അനുസരിച്ച് ഈ പ്രഷർ എന്ത് ചെയ്യാം, ഒരുപക്ഷെ കുറയുകയും ചെയ്യാം കൂടുകയും ചെയ്യാം. ഈ പ്രഷർ എന്ത് ചെയ്തുകൊണ്ടിരിക്കും, വേരി ചെയ്തുകൊണ്ടിരിക്കും. അങ്ങനെ ഈ വേരി ചെയ്യുന്ന പ്രഷറിനെ അല്ലെങ്കിൽ ഈ അബ്നോർമൽ പ്രഷറിനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട്, അപ്പോൾ കോൺഡ്യൂട്ടിലുള്ള ഈ അബ്നോർമൽ പ്രഷറിനെ ലിമിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, അതിനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് കോൺഡ്യൂട്ടിൻ്റെ സ്റ്റാർട്ടിംഗ് പോർഷനിൽ, അതായത് നമ്മുടെ ഡാമിനോട് അടുത്താണ് നോർമലി എന്തുണ്ടാവുക, സർജ് ടാങ്ക്. പവർ ഹൗസിൻ്റെ അടുത്തേക്കല്ല, ഡാമിൻ്റെ അടുത്തേക്കാണ് സർജ് ടാങ്ക് ഉണ്ടാവുക. സർജ് ടാങ്കിൻ്റെ ഫംഗ്ഷൻ എന്ന് പറയുന്നത് ഈ കോൺഡ്യൂട്ടിൽ കൂടെ പോകുന്ന വെള്ളത്തിൻ്റെ പ്രഷറിനെ ലിമിറ്റ് ചെയ്യുക അല്ലെങ്കിൽ പ്രഷറിനെ കൺട്രോൾ ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ആക്ച്വലി സർജ് ടാങ്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ചെറിയൊരു റിസർവോയറാണ്, അതൊരു ടാങ്കാണ്, ഒരു ചെറിയ റിസർവോയറാണ്. അപ്പോൾ ആ വെള്ളത്തിൻ്റെ പ്രഷറിനനുസരിച്ച് ഈ സർജ് ടാങ്കിൽ നിന്ന് കോൺഡ്യൂട്ടിക്കുള്ളിൽ കൂടെ ടർബൈനിലേക്ക് ഒന്നുകിൽ വെള്ളം അങ്ങോട്ട് സപ്ലൈ ചെയ്യും, അതല്ല എങ്കിൽ എക്സസ് വാട്ടർ വന്നു കഴിഞ്ഞാൽ ഇതിനെ തിരിച്ച് സർജ് ടാങ്കിലേക്ക് തള്ളും. അപ്പോൾ താഴേക്കും മേലേക്കും ഈ തള്ളിക്കൊണ്ട് പ്രഷർ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന പാർട്ടിനെ പറയുന്ന പേരാണ് സർജ് ടാങ്ക്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, പല തവണ ചോദിച്ചതാണ് ഈ സർജ് ടാങ്ക്. സർജ് ടാങ്കിൻ്റെ ലൊക്കേഷൻ ഇമ്പോർട്ടൻ്റ് ആണ്. ലൊക്കേഷൻ എന്ന് പറയുന്നത് നമ്മളുടെ പവർ ഹൗസ് എൻഡിലല്ല, ഡാം എൻഡിലാണ്, അല്ലെങ്കിൽ കോൺഡ്യൂട്ടിൻ്റെ സ്റ്റാർട്ടിംഗ് പോർഷനിലാണ് ആരുണ്ടാവുക, സർജ് ടാങ്ക് ഉണ്ടാവുക. ഇനി അഞ്ചാമത്തെ പോർഷനാണ് പെൻ സ്റ്റോക്ക്. ഞാൻ മേലേന്ന് താഴേക്കാണ് വരുന്നത്. പെൻ സ്റ്റോക്ക് നമ്മൾ ഒരു തവണ പറഞ്ഞതാണ്, മേലേന്ന് താഴേക്കാണ് ഞങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നത്. ഡാം സൈറ്റിൽ നിന്ന് പവർ ഹൗസ് സൈറ്റിലേക്ക് വരുന്നതിനനുസരിച്ചുള്ള ഓരോ പാർട്ടാണ്. അപ്പോൾ പെൻ സ്റ്റോക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡാമിൽ നിന്നും പവർ ഹൗസിലേക്ക് അല്ലെങ്കിൽ ഡാമിൽ നിന്നും ടർബൈനിലേക്ക് ഈ വെള്ളത്തെ ക്യാരി ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഓപ്പൺ സ്ട്രക്ചറോ അല്ലെങ്കിൽ ക്ലോസ്ഡ് സ്ട്രക്ചറോ ആയിട്ടുള്ള പോർഷനെ പറയുന്ന പേരാണ് പെൻ സ്റ്റോക്ക് എന്ന് പറയുന്നത്. ഒന്നെങ്കിൽ കോൺക്രീറ്റ്, റീൻഫോഴ്സ്ഡ് കോൺക്രീറ്റോ അല്ലെങ്കിൽ സ്റ്റീലോ കൊണ്ടാണ് നമ്മൾ പെൻ സ്റ്റോക്ക് ഉണ്ടാക്കുന്നത്. ഈ പെൻ സ്റ്റോക്ക് വഴിയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, വെള്ളത്തെ തള്ളിയിട്ട് ടർബൈനകത്തേക്ക് കൊണ്ടുവരുന്നത്. ഞാനിതിൻ്റെ ഫിഗറും കാര്യങ്ങളൊന്നും വരയ്ക്കാത്തത്, ഇതൊക്കെ നമ്മൾ കോളേജിൽ പഠിക്കുന്ന കാലത്ത് അല്ലെങ്കിൽ ITയിൽ നിങ്ങൾ പഠിക്കുന്ന കാലത്ത് പഠിച്ചതാണ്. അതിൻ്റെ ഫിഗറും കാര്യങ്ങളൊക്കെ നിങ്ങളുടെ മനസ്സിലുണ്ടാവും. അത് വെറുതെ പറഞ്ഞ സമയം കളയുന്നില്ല, അതുകൊണ്ടാണ് നമുക്ക് ആവശ്യമുള്ള സാധനം മാത്രം പറയുന്നതുകൊണ്ടാണ് ഫിഗർ വരയ്ക്കാത്തത്. ആർക്കെങ്കിലും ഫിഗർ വേണം എന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങൾ ടെക്സ്റ്റ് ഒന്ന് റെഫർ ചെയ്യുക. അപ്പോൾ ഈ പെൻ സ്റ്റോക്കിൻ്റെ പർപ്പസ് എന്ന് പറയുന്നത് ഡാമിൽ നിന്നും പവർ ഹൗസിലേക്ക് എന്ത് ചെയ്യണം, ഈ വെള്ളത്തെ കൊണ്ടുവരണം. ആ കൊണ്ടുവരാനുള്ള കോൺഡ്യൂട്ടാണ് പെൻ സ്റ്റോക്ക് എന്ന് പറയുന്നത്. അപ്പോൾ ഈ പെൻ സ്റ്റോക്കിൽ ഒന്നുകിൽ കോൺക്രീറ്റോ അല്ലെങ്കിൽ റീൻഫോഴ്സ്ഡ് കോൺക്രീറ്റോ അല്ലെങ്കിൽ സ്റ്റീലോ കൊണ്ടാണ് പെൻ സ്റ്റോക്ക് ഉണ്ടാക്കുകയും ചെയ്യുന്നത്. ഇനി ഈ പെൻ സ്റ്റോക്കിലുള്ള വാട്ടർ ഫ്ലോ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് നോർമലി രണ്ട് വാൽവുകൾ അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു പ്രൊട്ടക്ഷന് വേണ്ടി, കൺട്രോൾ ചെയ്യാന്നല്ല പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട് രണ്ട് വാൽവുകൾ യൂസ് ചെയ്യാറുണ്ട്. ഒന്ന് ബട്ടർഫ്ലൈ വാൽവും അതേപോലെ തന്നെ എയർ വാൽവും. ബട്ടർഫ്ലൈ വാൽവ് ഇത് രണ്ടും പ്രൊട്ടക്ഷന് വേണ്ടിയിട്ടുള്ളതാണ്. അതേപോലെ സർജ് ടാങ്ക് എന്ന് പറയുന്നത് പെൻ സ്റ്റോക്കിൻ്റെ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ടുള്ള ആ പാർട്ട് തന്നെയാണ്. പെൻ സ്റ്റോക്കിൻ്റെ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട് 3 ആളുകളെയാണ് നമ്മൾ ഹൈഡ്രോ ഇലക്ട്രിക് പവർ സ്റ്റേഷനിൽ യൂസ് ചെയ്യുക. ഒന്ന് സർജ് ടാങ്ക്, 2 ബട്ടർഫ്ലൈ വാൽവ്, മൂന്നാമത്തത് എയർ വാൽവ്. ബട്ടർഫ്ലൈ വാൽവിൻ്റെ പർപ്പസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വാട്ടറിൻ്റെ ഫ്ലോ കൺട്രോൾ ചെയ്യുക എന്നുള്ളതാണ് ബട്ടർഫ്ലൈ വാൽവിൻ്റെ പർപ്പസ്. സർജ് ടാങ്കിൻ്റെ പർപ്പസ് എന്ന് പറഞ്ഞാൽ ഇതിനകത്തുള്ള പ്രഷർ കൺട്രോൾ ചെയ്യുക എന്നുള്ളതാണ് സർജ് ടാങ്കിൻ്റെ പർപ്പസ്. എയർ വാൽവിൻ്റെ പർപ്പസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ എയർ പ്രഷർ, അറ്റ്മോസ്ഫിയറിക് പ്രഷറും ഈ ക്വാണ്ടിറ്റിനുള്ളിലുള്ള പ്രഷറും, അതായത് പെൻ സ്റ്റോക്കിനുള്ളിലുള്ള പ്രഷറും ഔട്ട്സൈഡ് അറ്റ്മോസ്ഫിയറിക് പ്രഷറും തമ്മിൽ ഈക്വലൈസ് ചെയ്യുക എന്നുള്ള പർപ്പസ് ചെയ്യുന്നതാണ് എയർ വാൽവ്. അപ്പോൾ പ്രഷർ ഡിഫറൻസ് വന്നു കഴിഞ്ഞാൽ അത് പെൻ സ്റ്റോക്കിനെ വളരെ ഡാമേജസ് ഉണ്ടാക്കും. അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് എയർ പ്രഷറിനെ കൺട്രോൾ ചെയ്യുന്ന അല്ലെങ്കിൽ എയർ പ്രഷറിനെ ഈക്വലൈസ് ചെയ്യുന്ന ആളാണ് എയർ വാൽവ്. ഫ്ലോ കൺട്രോൾ ചെയ്യുന്ന ആളാണ് ബട്ടർഫ്ലൈ വാൽവ്. പ്രഷർ കൺട്രോൾ ചെയ്യുന്ന ആളാണ് സർജ് ടാങ്ക്. ഇത് മൂന്നുമാണ് പെൻ സ്റ്റോക്കിൻ്റെ പ്രൊട്ടക്ഷന് വേണ്ടി ഉപയോഗിക്കുന്ന പാർട്സ്. ഇനി ആറാമത്തെ നമ്മളുടെ പാർട്ടാണ് ടെയിൽ റേസ്. ടെയിൽ റേസ് എന്ന് പറയുന്നത് നമ്മുടെ പവർ ഹൗസിലെ ഒരു
എന്താ പറയുക, പുറത്തേക്ക് പോകുന്ന ഭാഗമാണ്. പവർ ഹൗസിൽ നിന്ന് നമ്മളിപ്പോൾ പറഞ്ഞ പെൻസ്റ്റോക്ക് വെള്ളം വന്ന് ടർബൈനിൽ കൊടുത്ത് ടർബൈനിൽ നിന്നും പുറത്തു പോകുന്ന വാട്ടറിന്റെ സ്ഥലത്തെ പറയുന്ന പേരാണ് ടെയിൽ റൈസ്. അതായത് ടർബൈനിൽ നിന്നും പുറത്തു പോകുന്ന വെള്ളത്തിൽ പോകുന്ന ആ ഒരു പാത്തിനെ പറയുന്ന പേരാണ് ടെയിൽ റൈസ്. റൈറ്റ്. അപ്പോൾ ഈ 6 പാർട്ടാണ് നമുക്ക് എവിടെ വരുന്നത്, ഒരു പവർ ജനറേറ്റിംഗ് സ്റ്റേഷനകത്തുള്ള ഒരു ഹൈഡ്രോളിക് സ്ട്രക്ചറിൽ വരുന്ന ഈ 6 പാർട്ടാണ് വരുന്നത്. അതായത് ഒന്ന് ഡാം വലിയ ഒരു മലയുടെ മുകളിൽ നമ്മൾ വാട്ടർ സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഡാം യൂസ് ചെയ്യുന്നത്. സർപ്ലസ് ആയിട്ടുള്ള വാട്ടറിനെ പുറത്തേക്ക് കളയാൻ വേണ്ടിയിട്ടാണ് സ്പിൽവേസ് യൂസ് ചെയ്യുന്നത്. ഈ ഡാമിനകത്തുള്ള സെഡിമെന്റ്സും മറ്റു കാര്യങ്ങളൊക്കെ ഇതാക്കിയിട്ട് വാട്ടർ ഫ്ലോ കൺട്രോൾ ചെയ്യാൻ വേണ്ടി ഡാമിൻ്റെ കൊടുക്കുന്ന ആളാണ് ഹെഡ് വർക്ക് എന്ന് പറയുന്നത്. വാട്ടർ ഫ്ലോ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ പവർ ഹൗസ് എൻഡിലുള്ള ഒരാളാണ് ബട്ടർഫ്ലൈ വാൽവ് എന്ന് പറയുന്നത്. മേലെയുള്ള ആളാണ് ഹെഡ് വർക്ക്, താഴെയുള്ള ആളാണ് ബട്ടർഫ്ലൈ വാൽവ്. ഇനി സർജ് ടാങ്ക് എന്ന് പറയുന്നത് പെൻസ്റ്റോക്കിനകത്തുള്ള അബ്നോർമൽ പ്രഷറിനെ കൺട്രോൾ ചെയ്യുന്ന ആളാണ്, ലിമിറ്റ് ചെയ്യുന്ന ആളാണ് സർജ് ടാങ്ക് എന്ന് പറയുന്നത്. കോൺഡ്യൂട്ട് വാട്ടറിനെ ഡാമിൽ നിന്നും പവർ ഹൗസിലേക്ക് കൊണ്ടുവരുന്ന കോൺഡ്യൂട്ടാണ് പെൻസ്റ്റോക്ക് എന്ന് പറയുന്നത്. പെൻസ്റ്റോക്കിന്റെ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട് 2 വാൽവുകൾ നമ്മൾ യൂസ് ചെയ്യും. ബട്ടർഫ്ലൈ വാൽവ് ഫ്ലോ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട്, എയർ പ്രഷർ അറ്റ്മോസ്ഫിയറിക് പ്രഷറിനെ ഇക്വലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് എയർ വാൽവ് യൂസ് ചെയ്യും. ടർബൈനിൽ നിന്ന് പുറത്തു പോകുന്ന വാട്ടർ ഫ്ലോ വരുന്ന പാത്തിനെ പറയുന്ന പേരാണ് ടെയിൽ റൈസ്. ഇത്രയും 6 പാർട്ടാണ് ഒരു ഹൈഡ്രോളിക് പവർ പ്ലാന്റിന്റെ ഹൈഡ്രോളിക് സ്ട്രക്ചറിൽ വരുന്ന 6 പാർട്ട്. ഇനി നമുക്ക് രണ്ടാമത്തെ ആളാണ് വാട്ടർ ടർബൈൻ. നമ്മൾ സ്റ്റീം ടർബൈൻ നമ്മൾ 2 പേര് പറഞ്ഞതാണ്. അതേപോലെ തന്നെ സ്റ്റീം ടർബൈൻ അല്ല, ഇവിടെ നമ്മൾ വാട്ടർ ടർബൈൻ സെപ്പറേറ്റ് ആണ് നമുക്ക് വാട്ടർ ടർബൈൻ വരുന്നത്. 2 ടൈപ്പ് വാട്ടർ ടർബൈൻ ആണ് നോർമലി ഉള്ളത്. ഒന്ന് ഇമ്പൾസ് ടർബൈനും അതേപോലെ തന്നെ റിയാക്ഷൻ ടർബൈനും. ഇമ്പൾസ് ടർബൈനും റിയാക്ഷൻ ടർബൈനും, ഈ 2 ടർബൈനാണ് നമ്മൾ നോർമലി ഒരു ഹൈഡ്രോ ഇലക്ട്രിക് പവർ പ്ലാന്റിൽ യൂസ് ചെയ്യുന്നത്. ഇമ്പൾസ് ടർബൈൻ എന്ന് പറയുന്നത് ഹൈ ഹെഡ് പവർ പ്ലാന്റുകൾക്കാണ്. എന്താണ് ഹൈ ഹെഡ് പവർ പ്ലാന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മുടെ ഹെഡ് എന്ന് പറയുന്നത് നമ്മളുടെ ഫ്രം പവർ സ്റ്റേഷൻ ടു ഡാം ആ ഒരു ഹൈറ്റ് എന്ന് പറയുന്നത് 300 മീറ്ററിന് മേലെയാണെങ്കിൽ അത്തരത്തിലുള്ള ഹൈഡ്രോ ഇലക്ട്രിക് പവർ പ്ലാന്റിനെ പറയുന്ന പേരാണ് ഹൈ ഹെഡ് ഹൈഡ്രോ ഇലക്ട്രിക് പവർ പ്ലാന്റ്. ഇനി 30 മീറ്ററിൽ താഴെ വരുന്ന ആളിനെ പറയുന്ന പേരാണ് ലോ ഹെഡ് ഹൈഡ്രോ ഇലക്ട്രിക് പവർ പ്ലാന്റ്. ഇതിനിടയിൽ വരുന്ന ആളാണ് മീഡിയം ഹെഡ് ഹൈഡ്രോ ഇലക്ട്രിക് പവർ പ്ലാന്റ്. അങ്ങനെ 3 തരത്തിലാണ് ഹൈഡ്രോളിക് പവർ പ്ലാന്റിനെ നമ്മൾ ക്ലാസിഫൈ ചെയ്യുന്നത്. 300 മീറ്ററിന് മേലെയാണ് നമ്മളുടെ ഹെഡ് എങ്കിൽ അത് ഹൈ ഹെഡ് പവർ പ്ലാന്റ് ആണ്. 30 മീറ്ററിൽ താഴെയാണെങ്കിൽ അത് ലോ ഹെഡ് പവർ പ്ലാന്റ് ആണ്. ഈ 30 മീറ്ററിനും 300 മീറ്ററിനും ഇടയിലാണെങ്കിൽ അതിന് മീഡിയം ഹെഡ് പവർ പ്ലാന്റ് എന്നും പറയും. അപ്പോൾ ഹൈ ഹെഡ് പവർ പ്ലാന്റിൽ യൂസ് ചെയ്യുന്ന ടർബൈനാണ് നമ്മൾ ഇമ്പൾസ് ടർബൈൻ എന്ന് പറയുന്നത്. ഇമ്പൾസ് ടർബൈനിനകത്ത് ഈ വാട്ടറിന്റെ കംപ്ലീറ്റ് പ്രഷർ കൈനറ്റിക് എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്യുന്ന ഒരു ടർബൈനാണ് ഇമ്പൾസ് ടർബൈൻ എന്ന് പറയുന്നത്. ഈ ഇമ്പൾസ് ടർബൈനിൽ, അത് ഏത് ടർബൈൻ ആയിക്കോട്ടെ, ആ ടർബൈനകത്തേക്കുള്ള വാട്ടർ ഫ്ലോ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു നീഡിൽ ഒരു ഗവർണർ സിസ്റ്റം, നോസിൽ സിസ്റ്റം ഒക്കെ ഉണ്ടാവും കേട്ടോ. ഇനി റിയാക്ഷൻ ടർബൈൻ എന്ന് പറയുന്നത് ലോ ഹെഡും അതേപോലെ തന്നെ മീഡിയം ഹെഡും ജനറേറ്റിംഗ് സ്റ്റേഷനിൽ യൂസ് ചെയ്യുന്ന ടർബൈനാണ് നമ്മളുടെ റിയാക്ഷൻ ടർബൈൻ എന്ന് പറയുന്നത്. ഈ റിയാക്ഷൻ ടർബൈനിലെ 2 ടൈപ്പ് ടർബൈനാണ്. ഒന്ന് കപ്ലാൻ ടർബൈനും അതേപോലെ തന്നെ ഫ്രാൻസിസ് ടർബൈനും. കപ്ലാൻ ടർബൈനും അതേപോലെ തന്നെ ഫ്രാൻസിസ് ടർബൈനും, ഇത് രണ്ടും റിയാക്ഷൻ ടർബൈനിന്റെ 2 ടൈപ്പാണ്. ഇതിനകത്ത് ഫ്രാൻസിസ് ടർബൈൻ നമുക്ക് ലോ ആൻഡ് മീഡിയം പർപ്പസിൽ യൂസ് ചെയ്യുന്ന ടർബൈനാണ് ഫ്രാൻസിസ് ടർബൈന്. കപ്ലാൻ ടർബൈൻ എന്ന് പറയുന്നത് ലോ ഹെഡ് ഹൈഡ്രോ ഇലക്ട്രിക് പവർ പ്ലാന്റിൽ മാത്രം യൂസ് ചെയ്യുന്ന ടർബൈനാണ് കപ്ലാൻ ടർബൈൻ. അപ്പോൾ ഇത്രയാണ് നമ്മൾ ടർബൈൻസ് പറയുന്നത്. 2 ടൈപ്പ് ടർബൈൻ പറഞ്ഞു. ഒന്ന് ഇമ്പൾസ് ടർബൈനും റിയാക്ഷൻ ടർബൈനും. ഇമ്പൾസ് ടർബൈൻ എന്ന് പറയുന്നത് ഹൈ ഹെഡ് പവർ പ്ലാന്റിൽ യൂസ് ചെയ്യുന്ന ടർബൈനാണ്. റിയാക്ഷൻ ടർബൈൻ എന്ന് പറയുന്നത് ലോ ഹെഡ് അതേപോലെ തന്നെ മീഡിയം ഹെഡ് പവർ പ്ലാന്റിൽ യൂസ് ചെയ്യുന്ന ടർബൈനാണ്. ഇതിൽ തന്നെ റിയാക്ഷൻ ടർബൈനിൽ തന്നെ നമുക്ക് 2 ടൈപ്പ് ടർബൈൻ ഉണ്ട്. ഒന്ന് കപ്ലാൻ ടർബൈനും അതേപോലെ തന്നെ ഫ്രാൻസിസ് ടർബൈനും. കപ്ലാൻ ടർബൈൻ എന്ന് പറയുന്നത് ലോ ഹെഡിൽ യൂസ് ചെയ്യുന്നതാണ്. ഫ്രാൻസിസ് ടർബൈൻ എന്ന് പറയുന്നത് ലോ ഹെഡിലും മീഡിയം ഹെഡിലും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ആളാണ് ഫ്രാൻസിസ് ടർബൈൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയാണ് ഒരു ഹൈഡ്രോ ഇലക്ട്രിക് പവർ പ്ലാന്റിന്റെ പാർട്സ് അല്ലെങ്കിൽ നമ്മുടെ കമ്പോണൻസ് അല്ലെങ്കിൽ അതിൻ്റെ കൺസ്ട്രക്ഷനിൽ വരുന്ന ആളുകൾ. പ്രധാനപ്പെട്ട ഒന്ന് ഹൈഡ്രോളിക് സ്ട്രക്ചറും അതേപോലെ തന്നെ വാട്ടർ ടർബൈനും, ഈ 2 കാര്യങ്ങൾ. ഇതിനകത്ത് ഈ വാട്ടർ ടർബൈൻ ഓരോ ഹെഡിലും ഏതൊക്കെ യൂസ് ചെയ്യുന്നു ഒക്കെ ചോദിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ ഏതൊക്കെ ഹെഡാണുള്ളത്, 300 മീറ്ററിന് മേലെയാണെങ്കിൽ ആ ടൈപ്പിന് എന്ത് പറയും, 30 മീറ്റർ താഴെയാണെങ്കിൽ എന്ത് പറയും എന്നൊക്കെ. 300 മീറ്ററിന് മേലെയാണെങ്കിൽ അതിനെ ഹൈ ഹെഡ് എന്ന് പറയും, 30 മീറ്ററിൽ താഴെയാണെങ്കിൽ അതിനെ ലോ ഹെഡ് പറയും, അതിനിടയിലുള്ള ആളിനെ പറയുന്ന പേരാണ് മീഡിയം ഹെഡ്. അതൊരു ഹൈഡ്രോ ഇലക്ട്രിക് പവർ പ്ലാന്റിന്റെ ഒരു ക്ലാസിഫിക്കേഷനാണ്. ഇനി അതല്ലാതെ ഹൈഡ്രോ ഇലക്ട്രിക് പവർ പ്ലാന്റിന് ഒരു ക്ലാസിഫിക്കേഷനും കൂടി ഉണ്ട്, ഒരു ടൈപ്പ് ക്ലാസിഫിക്കേഷനും കൂടി ഉണ്ട്. അതായത് എങ്ങനെയാണ് അല്ലെങ്കിൽ
അവൈലബിലിറ്റി, ക്വാണ്ടിറ്റി ഓഫ് വാട്ടർ, എത്ര വെള്ളം ഉണ്ട് അല്ലെങ്കിൽ വെള്ളത്തിന്റെ ലിമിറ്റ് അനുസരിച്ച് നമ്മൾ വേറെ ക്ലാസിഫിക്കേഷൻ പറയും. ഒന്നാണ് റൺ ഓഫ് റിവർ പ്ലാന്റ് എന്ന് പറയുന്നത്. റൺ ഓഫ് റിവർ പ്ലാന്റ്, അതായത് റൺ ഓഫ് റിവർ പ്ലാന്റിൽ ഒഴുകിക്കൊണ്ടിരിക്കുന്ന ഒരു വെള്ളത്തിന്റെ സോഴ്സിലേക്ക് നമ്മൾ ഒരു ടർബൈൻ വെച്ച് കൊടുക്കും. അവിടെ നമുക്ക് വാട്ടർ സ്റ്റോറേജ് ഒന്നുമില്ല, ഇതിനകത്ത് സ്റ്റോറേജ് ഒന്നുമില്ല. സ്റ്റോറേജ് ഒന്നും ചെയ്യാതെ, ഡാമോ അല്ലെ കാര്യങ്ങളോ ഒന്നും ഇല്ലാതെ, സ്റ്റോറേജ് ഒന്നും ചെയ്യാതെ ഒഴുകിക്കൊണ്ടിരിക്കുന്ന ഒരു റിവറിനകത്ത് നമ്മളൊരു ടർബൈൻ കൊണ്ടുവയ്ക്കാന്ന് വിചാരിക്കുക. അതിനെയാണ് റൺ ഓഫ് റിവർ പ്ലാന്റ് എന്ന് പറയുന്നത്. റെഡി? അപ്പോൾ ഈ റൺ ഓഫ് റിവർ പ്ലാന്റിന്റെ പ്രധാനപ്പെട്ട ഡിസഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എപ്പോഴാണോ നമുക്ക് അതിനകത്ത് വെള്ളം ഉള്ളത് അപ്പം മാത്രമേ നമുക്ക് കിട്ടുള്ളൂ. ഐ മീൻ സീസണലാണ് റൺ ഓഫ് പ്ലാന്റ് എന്ന് പറയുന്നത്. ഇനി ഈ ഓഫ് സീസണലാണ്. അതേപോലെ തന്നെ സീസണിൽ വരുന്ന വേറെ ഒന്നും കൂടി ഉണ്ട്, റൺ ഓഫ് റിവർ പ്ലാന്റ് വിത്ത് പോണ്ടേജ്. അതായത് ഇതിനകത്ത് സ്റ്റോറേജ് ഉണ്ട്, ഒരു വലിയ ലെവലിലുള്ള സ്റ്റോറേജ് ഒന്നല്ല, ഒരു ചെറിയ ലെവൽ സ്റ്റോറേജ് ഉണ്ട് ഇതിനകത്ത്. അപ്പോൾ ഇത് പീക്ക് ടൈമിലും ഓഫ് പീക്ക് ടൈമിലും നമുക്ക് ഈ പോണ്ടേജിൽ നിന്ന് വെള്ളം എടുത്തിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കൺട്രോൾ ചെയ്തുകൊണ്ട് നമുക്ക് പ്രൊഡക്ഷൻ കൂട്ടാൻ പറ്റും. അതായത് ചെറിയ ഒരു പോണ്ടേജ് ആണ്, വലിയ സ്റ്റോറേജ് ഒന്നും അല്ല. പക്ഷേ ഇതും സീസണൽ സിറ്റുവേഷൻ തന്നെയാണ്. റൺ ഓഫ് റിവർ എന്ന് പറയുന്നത് അതിനകത്ത് ഒഴുകിക്കൊണ്ടിരിക്കുന്നിടത്താണ്. പോണ്ടേജ് വിത്ത് പോണ്ടേജ് എന്ന് പറയുമ്പോൾ ചെറിയൊരു പോണ്ടേജ് ഉണ്ട്. ആ പോണ്ടേജിൽ നിന്ന് നമുക്ക് പീക്ക് ടൈമിലും ഓഫ് പീക്ക് ടൈമിലും ആവശ്യത്തിന് വെള്ളം എടുത്തു കഴിഞ്ഞിട്ട് നമുക്ക് ജനറേറ്റ് ചെയ്യാൻ പറ്റും. അതാണ് രണ്ടും തമ്മിലുള്ള ഡിഫറൻസ്. ഇതല്ലാതെ മൂന്നാമത്തതാണ് നമ്മൾ നോർമലി റിസർവോയർ പ്ലാന്റ് എന്ന് പറയുന്നത്. ഇത്രയും നേരം നമ്മൾ പറഞ്ഞത് റിസർവോയർ പ്ലാന്റിനെ പറ്റിയാണ്. അതായത് ഇതിനകത്തൊരു ഡാം ഉണ്ടാവും, ആ ഡാമിൽ നമ്മൾ വെള്ളം സ്റ്റോർ ചെയ്ത് വെക്കും. എന്നിട്ട് ആ വെള്ളം സ്റ്റോർ ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യും, ഇലക്ട്രിസിറ്റി പ്രൊഡ്യൂസ് ചെയ്യും, അത് യൂസ് ചെയ്ത് പ്രൊഡ്യൂസ് ചെയ്യും. അത് നമുക്ക് സീസണലല്ല, നമുക്ക് ഓഫ് സീസൺ സിറ്റുവേഷനിലകത്ത് നമുക്ക് ആ വെള്ളത്തിന്റെ സ്റ്റോറേജ് അവിടെ ഉള്ളതുകൊണ്ട് ഓഫ് സീസൺ സിറ്റുവേഷനിലും എന്ത് വരും, നമുക്ക് പവർ ജനറേറ്റ് ചെയ്യാൻ പറ്റും. അതാണ് ഇതിന്റെ പ്രത്യേകത. അപ്പോൾ ഇത്രയാണ് ഒരു ഹൈഡ്രോ ഇലക്ട്രിക് പവർ പ്ലാന്റിനെ പറ്റി നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയാനുള്ളത്. ഇനി നമുക്ക് ഹൈഡ്രോ ഇലക്ട്രിക് പവർ പ്ലാന്റിന് നമുക്ക് ബേസ് ലോഡ് പവർ പ്ലാന്റ് എന്നും പീക്ക് ലോഡ് പവർ പ്ലാന്റ് എന്നും വേറൊരു ക്ലാസിഫിക്കേഷനും കൂടി ഉണ്ട്. പിന്നെ നമ്മൾ ആദ്യം പറഞ്ഞൊരു കാര്യമാണ്, പീക്ക് ലോഡ് പവർ പ്ലാന്റ് ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു പവർ പ്ലാന്റ് ആണ് ഹൈഡ്രോ ഇലക്ട്രിക് പവർ പ്ലാന്റ് എന്ന് പറയുന്നത്. അപ്പോൾ നോർമലി നമ്മൾ കേരളത്തിൽ ഏറ്റവും കൂടുതൽ പവർ ജനറേറ്റ് ചെയ്യുന്നത് ഏറ്റവും കൂടുതൽ പവർ ജനറേറ്റ് ചെയ്യുന്ന ഹൈഡ്രോ ഇലക്ട്രിക് കൂടിയാണ്. നമുക്ക് ഹൈഡ്രോ ഇലക്ട്രിക് പവർ പ്ലാന്റുകൾ ഒരുപാടുണ്ട്. ആ ഒരുപാട് ഹൈഡ്രോ ഇലക്ട്രിക് പവർ പ്ലാന്റുകൾ നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് സ്ഥിരമായിട്ട് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നതിന് നമ്മൾ എന്ത് പറയും, ബേസ് ലോഡ് പവർ പ്ലാന്റ് എന്ന് പറയും. അതെല്ലാം സ്ഥിരമായിട്ട് കോൺട്രിബ്യൂട്ട് ചെയ്യാതെ നമുക്ക് പീക്ക് ലോഡ് മാത്രം അല്ലെങ്കിൽ നൈറ്റ് സിറ്റുവേഷനിൽ രാത്രി അല്ലെങ്കിൽ ലോഡ് കൂടുന്ന സമയത്ത് മാത്രം ജനറേറ്റ് ചെയ്യുന്ന പവർ പ്ലാന്റുകൾ നമ്മൾ പറയുന്ന പേരാണ്, ഞാൻ പറഞ്ഞു മാറിപ്പോയി, നമ്മൾ ഇപ്പോൾ നോർമൽ സിറ്റുവേഷനിൽ ഒരു മിനിമം പവർ ജനറേറ്റ് ചെയ്യുന്ന ആളെ പറയുന്ന പേരാണ് ബേസ് ലോഡ് പവർ പ്ലാന്റ്. അത് കണ്ടിന്യൂസ് ആയിട്ട് അത്രയും സപ്ലൈ ചെയ്തുകൊണ്ടിരിക്കും. ഇനി നമുക്ക് ആവശ്യത്തിൽ കൂടുതൽ ഒരു ലോഡ് വന്നു കഴിഞ്ഞാൽ ആ സിറ്റുവേഷനിൽ നമുക്ക് ഈസി ആയിട്ട് ഒരു ഹൈഡ്രോ ഇലക്ട്രിക് പവർ പ്ലാന്റിനെ എന്ത് ചെയ്യാൻ പറ്റും, ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റും ലോഡിനകത്തേക്ക്, ഗ്രിഡിനകത്തേക്ക്. അത്തരത്തിലുള്ള പ്ലാന്റാണ് പീക്ക് ലോഡ് പവർ പ്ലാന്റ്. അപ്പോൾ കേരളത്തിൽ ചില പ്ലാന്റുകൾ പീക്ക് ലോഡ് പവർ പ്ലാന്റ് ആണ്, ചില പ്ലാന്റുകൾ ബേസ് ലോഡ് പവർ പ്ലാന്റുകളാണ്. റൈറ്റ്? അപ്പോൾ ഇത്രയാണ് ഹൈഡ്രോ ഇലക്ട്രിക് പവർ പ്ലാന്റിനെ പറ്റി നമുക്ക് പറയാനുള്ളത്. പറഞ്ഞ് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഓക്കെ, താങ്ക് യു.